എറണാകുളം കുടുംബ കോടതിയുടെ വരാന്തയിൽ വല്ലാത്തൊരു ഭാരം തളം കെട്ടി നിന്നു. പുറത്ത് പെയ്യാൻ വെമ്പി നിൽക്കുന്ന കർക്കിടക മേഘങ്ങൾ പോലെ മേഘയുടെ മനസ്സും കനത്തിരുന്നു. 5 വർഷത്തെ ദാമ്പത്യം ഒരു കടലാസ് കഷ്ണത്തിൽ അവസാനിക്കാൻ പോകുന്നു. അരികിൽ വക്കീൽ ഫയലുകൾക്കിടയിൽ പുതിയ ജീവിതത്തിനായുള്ള പ്രതീക്ഷകൾ അവൾ തിരയുകയായിരുന്നു. എതിർവശത്ത് സിദ്ധാർത്ഥ് ഉണ്ടായിരുന്നു. അയാളുടെ മുഖത്ത് പണ്ടേയുള്ള പുച്ഛവും അക്ഷമയും മാറിയിട്ടില്ല. വിവാഹമോചന കേസ് അതിൻ്റെ അവസാന ഘട്ടത്തിലാണ്. ജഡ്ജിക്ക് മുന്നിൽ എത്തുന്നതിന് തൊട്ടു മുൻപ് മേഘ തൻ്റെ വക്കീൽ മുഖേന ആ അസാധാരണമായ ആവശ്യം മുന്നോട്ട് വെച്ചു. വിവാഹമോചന പത്രത്തിൽ ഒപ്പിടുന്നതിന് മുമ്പ് എനിക്കൊരാഗ്രഹമുണ്ട്. ആലപ്പുഴയിലെ ഞങ്ങളുടെ ആ പഴയ തറവാട്ട് വീട്ടിൽ, പമ്പാ നദിയുടെ തീരത്തുള്ള ആ വീട്ടിൽ സിദ്ധാർത്ഥിനൊപ്പം ഒരു ദിവസം കൂടി എനിക്ക് ചെലവഴിക്കണം. ആ വീട് ഞാൻ അത്രമേൽ സ്നേഹത്തോടെ ഒരുക്കിയതാണ്. അവിടെ വെച്ച് തന്നെ ഈ ബന്ധം അവസാനിക്കണം. സിദ്ധാർത്ഥ് ഒന്ന് പരിഹസിച്ച് ചിരിച്ചു. ഇത്രയൊക്കെ ഉള്ളൂ നിന്റെ ബുദ്ധി എന്ന ഭാവത്തിൽ അയാൾ അതിന് സമ്മതിച്ചു. പക്ഷേ ആ ആവശ്യത്തിന് പിന്നിൽ മേഘ അനുഭവിച്ച നിശബ്ദമായ വേദനകളുടെ ഒരു വലിയ കണക്ക് പുസ്തകമുണ്ടെന്ന് അയാൾ അറിഞ്ഞില്ല. 5 വർഷം മുൻപ് ആ തറവാടിൻ്റെ പടിപ്പുര കടന്ന് വലതുകാൽ വെച്ച് കയറുമ്പോൾ മേഘയുടെ ഉള്ളിൽ 1000 സ്വപ്നങ്ങളുണ്ടായിരുന്നു. പമ്പയാറിൻ്റെ കുളിരും കാറ്റുമേൽക്കുന്ന ആ നാലുകെട്ട് തൻ്റെ സ്വർഗമാകുമെന്ന് അവൾ കരുതി. എന്നാൽ ഓരോ ദിവസം കഴിയുന്തോറും ആ നാലുകെട്ടിൻ്റെ ചുവരുകൾ അവളെ ശ്വാസം മുട്ടിച്ചു. സിദ്ധാർത്ഥിന് അവളൊരു തുല്യ പങ്കാളിയായിരുന്നില്ല. പകരം ആ തറവാട്ടിലെ ചുവരുകൾ പോലെ നിശബ്ദമായി നിൽക്കേണ്ട ഒരു അലങ്കാര വസ്തു മാത്രമായിരുന്നു. രാവിലെ മുതൽ രാത്രി വരെ വീട്ടിലെ ഓരോ മുക്കുമൂലയും അവൾ വൃത്തിയാക്കി. അതിഥികൾ വരുമ്പോൾ സിദ്ധാർത്ഥിൻ്റെ അനുസരണയുള്ള ഭാര്യയായി അവൾ ചിരിച്ചു കാണിച്ചു. എന്നാൽ അതിഥികൾ പോയി കഴിഞ്ഞാൽ അവൾ വീണ്ടും ആ വീടിൻ്റെ മൂലയിലേക്ക് ഒതുക്കപ്പെട്ടു. നിനക്ക് പുറം ലോകത്തെക്കുറിച്ച് എന്തറിയാം എന്ന സിദ്ധാർത്ഥിൻ്റെ ചോദ്യം അവളുടെ ആത്മവിശ്വാസത്തെ ഓരോ ദിവസവും കൊന്നുകൊണ്ടേയിരുന്നു. കുട്ടികളുണ്ടാകാത്തതായിരുന്നു അവൾ നേരിട്ട ഏറ്റവും വലിയ ക്രൂരത. പരിശോധനകളിൽ കുഴപ്പമില്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ടും സിദ്ധാർത്ഥ് എല്ലാ കുറ്റവും അവളുടെ തലയിൽ കെട്ടിവെച്ചു. ഒരു കുഞ്ഞിനെ പോലും തരാൻ കഴിയാത്ത നീ എന്തിനാണ് ഈ വീട്ടിൽ എന്ന അയാളുടെ ചോദ്യം പമ്പാ നദിയിലെ തണുത്ത വെള്ളത്തേക്കാൾ അവളെ തണുപ്പിച്ചു. രാത്രികളിൽ നടുമുറ്റത്ത് പെയ്യുന്ന മഴ നോക്കിയിരിക്കുമ്പോൾ തൻ്റെ കണ്ണീരും ആ മഴവെള്ളത്തിനൊപ്പം ഒലിച്ചു പോകുന്നത് അവൾ അറിഞ്ഞു. ഏറ്റവും ക്രൂരമായത് സിദ്ധാർത്ഥ് നടത്തിയ സൈക്കോളജിക്കൽ മൂവായിരുന്നു. അവൾക്ക് കടുത്ത വിഷാദ രോഗമാണെന്നും മാനസികാസ്വാസ്ഥ്യമുണ്ടെന്നും അവൻ നാട്ടുകാരെയും വീട്ടുകാരെയും വിശ്വസിപ്പിച്ചു. അവൾ എന്തെങ്കിലും പറയാൻ ശ്രമിച്ചാൽ അവൾക്ക് സുഖമില്ലാത്തതിൻ്റെ ആവലാതിയാണ് എന്ന് പറഞ്ഞ് അയാൾ അവളെ നിശബ്ദയാക്കി. ആ തറവാട്ടിലെ പടകൂറ്റൻ വാതിലുകൾ അവളുടെ അലർച്ചകൾ പുറം ലോകം കേൾക്കാത്ത വിധം അടച്ചുപിടിച്ചു. സിദ്ധാർത്ഥിന്റെ ബിസിനസ് യാത്രകൾക്ക് പിന്നിലെ യഥാർത്ഥ കാരണം മേഘ തിരിച്ചറിയുന്നത് അവിചാരിതമായാണ്. സിദ്ധാർത്ഥിന്റെ ബിസിനസ് പാർട്ണറായ റിയയുമായി അയാൾക്കുള്ള ബന്ധം അവൾ ഒരു ലാപ്ടോപ്പ് ഹിസ്റ്ററിയിലൂടെയാണ് കണ്ടെത്തിയത്. പക്ഷേ അത് കേവലം ഒരു പ്രണയമായിരുന്നില്ല, മറിച്ച് ഒരു വലിയ ചതിയായിരുന്നു. മേഘയെ മാനസിക രോഗിയാക്കി ചിത്രീകരിച്ച് അവളുടെ പേരിലുള്ള തറവാട് സ്വത്തുക്കൾ കൈക്കലാക്കാനുള്ള വലിയൊരു പദ്ധതിയായിരുന്നു അത്. റിയയെയും സിദ്ധാർത്ഥ് വഞ്ചിക്കുകയായിരുന്നു. തന്നെ വിവാഹം കഴിച്ചത് കേവലം വീട്ടുകാരുടെ നിർബന്ധം കൊണ്ടാണെന്നും മേഘയ്ക്ക് കടുത്ത ഭ്രാന്താണെന്നും അയാൾ റിയയെ വിശ്വസിപ്പിച്ചു. മേഘ ജീവനൊടുക്കാൻ ശ്രമിച്ചു എന്നുവരെ സിദ്ധാർത്ഥ് നുണങ്ങൾ പടച്ചുവിട്ടു. എന്നാൽ കോടതിയിൽ കാര്യങ്ങൾ നാടകീയമായി മാറി. മേഘയുടെ വക്കീൽ സിദ്ധാർത്ഥിൻ്റെയും റിയയുടെയും വാട്സപ്പ് സന്ദേശങ്ങൾ തെളിവായി ഹാജരാക്കി. ഇതറിഞ്ഞ റിയ താൻ ഒരു വലിയ കുരുക്കിൽ പെട്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കി. സിദ്ധാർത്ഥിൻ്റെ തനിനിറം തിരിച്ചറിഞ്ഞ റിയ കോടതിയിൽ സാക്ഷി പറയാൻ തയ്യാറായി. ജഡ്ജി സാർ, സിദ്ധാർത്ഥ് എന്നെയും വഞ്ചിക്കുകയായിരുന്നു. മേഘയെ ഒരു ഭ്രാന്തിയായി ചിത്രീകരിച്ച് അവളെ ഇല്ലാതാക്കാൻ അയാൾ ശ്രമിച്ചു. ഈ വിവാഹമോചനം പോലും അയാളുടെ സാമ്പത്തിക നേട്ടത്തിനു വേണ്ടിയുള്ളതാണ്. റിയയുടെ ഈ വാക്കുകൾ കോടതി മുറിയിൽ ബോംബ് പൊട്ടിയതുപോലെ മുഴങ്ങി. സിദ്ധാർത്ഥിന്റെ മാന്യതയുടെ വെളുത്ത ഷർട്ടിന് പിന്നിലെ കറുത്ത മനസ്സ് എല്ലാവർക്കും മുന്നിൽ തുറന്നു കാട്ടപ്പെട്ടു. ഇത്രയും കാലം തന്നെ നിഴൽ നിർത്തിയ ആ മനുഷ്യൻ എത്രത്തോളം താഴെപ്പോയി എന്ന് കണ്ട് മേഘ തകർന്നുപോയി. എങ്കിലും ആ തകർച്ചയിൽ നിന്ന് ഒരു കനൽ അവളുടെ ഉള്ളിൽ ജ്വലിക്കാൻ തുടങ്ങി. കോടതി മുറിയിലെ ബഹളങ്ങൾക്കൊടുവിൽ ജസ്റ്റിസ് രവിവർമ്മ തൻ്റെ ചേംബറിൽ മേഘയെ തനിച്ചു വിളിച്ചു. ഗ്ലാസ് ജനാലയിലൂടെ പുറത്തു പെയ്യുന്ന മഴ നോക്കി നിന്ന അദ്ദേഹം ശാന്തനായി അവളോട് ചോദിച്ചു, മേഘ, നീ എന്തിനാണ് ആലപ്പുഴയിലെ ആ പഴയ തറവാട്ടിൽ അയാൾക്കൊപ്പം ഒരു ദിവസം കൂടെ കഴിയണമെന്ന് വാശി പിടിക്കുന്നത്?
നിന്നെ വഞ്ചിച്ചവന്റെ കൂടെയുള്ള ഒരു നിമിഷം പോലും നിന്റെ ആത്മാഭിമാനത്തിനേൽക്കുന്ന മുറിവല്ലേ? മേഘയുടെ കണ്ണുകൾ നിറഞ്ഞു. സാർ, അവിടെയാണ് എൻ്റെ സ്വപ്നങ്ങൾ നെയ്തത്. ആ വീടിൻ്റെ ഓരോ തൂണിലും ഞാൻ തൂകിയ സ്നേഹമുണ്ട്. അത് അവസാനിക്കുന്നത് അവിടെ വെച്ചാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഒരുപക്ഷെ അയാളുടെ ഉള്ളിൽ ഒരു തരിയെങ്കിലും വിഷമം തോന്നുമെന്ന് ഞാൻ കരുതി കാണും. ജസ്റ്റിസ് രവിവർമ്മ കസേരയിൽ ചാരിയിരുന്ന് അവളെ നോക്കി പുഞ്ചിരിച്ചു. മോളെ, പമ്പാനദി ഒഴുകുന്നത് ആരെങ്കിലും തടഞ്ഞാൽ അത് വഴിമാറി ഒഴുകും, അല്ലാതെ അവിടെ തന്നെ കെട്ടി നിൽക്കില്ല. ഈ 5 വർഷം അയാൾ നിന്റെ സ്വത്വത്തെയാണ് ഇല്ലാതാക്കാൻ ശ്രമിച്ചത്. നിനക്ക് ഭ്രാന്താണെന്ന് ലോകത്തെ വിശ്വസിപ്പിക്കാൻ അയാൾക്ക് കഴിഞ്ഞെങ്കിൽ അയാൾക്ക് സഹതാപം എന്ന വികാരമില്ലെന്ന് നീ മനസ്സിലാക്കണം. മറ്റൊരാളുടെ ദയയ്ക്കോ സഹതാപത്തിനോ വേണ്ടി കാത്തു നിൽക്കുന്നത് നിന്നെ തന്നെ നീ ശിക്ഷിക്കുന്നതിന് തുല്യമാണ്. നീതി എന്നാൽ വെറുമൊരു നഷ്ടപരിഹാരമല്ല, നിന്റെ ആത്മാഭിമാനത്തിൻ്റെ തിരിച്ചുവരവാണ്. ആ വാക്കുകൾ ഒരു മന്ത്രം പോലെ മേഘയുടെ ഉള്ളിൽ പ്രതിധ്വനിച്ചു. ഇത്രയും കാലം താൻ ആഗ്രഹിച്ചത് തൻ്റെ നഷ്ടപ്പെട്ട പ്രണയത്തെയല്ല, മറിച്ച് സിദ്ധാർത്ഥ് തന്നെ അംഗീകരിക്കണമെന്ന ദുർവാശിയായിരുന്നുവെന്ന് അവൾ തിരിച്ചറിഞ്ഞു. ചേംബറിൽ നിന്ന് പുറത്തിറങ്ങിയ മേഘയുടെ നടത്തത്തിൽ ഒരു ഉറപ്പുണ്ടായിരുന്നു. അവൾ നേരെ തൻ്റെ വക്കീലിൻ്റെ അടുത്തേക്ക് ചെന്നു. എനിക്ക് ആ നിബന്ധന വേണ്ട. ആ തറവാടിൻ്റെ പടിപ്പുര കടന്ന് ഇനി എനിക്ക് സിദ്ധാർത്ഥിനോടൊപ്പം പോകേണ്ടതില്ല. എൻ്റെ 5 വർഷത്തെ കണ്ണീര് വീണ ആ മണ്ണ് എനിക്ക് വിട്ടു തന്നാൽ മതി. ബാക്കി എനിക്ക് അയാളിൽ നിന്ന് ഒന്നും വേണ്ട. അവളുടെ ശബ്ദത്തിലെ ആത്മവിശ്വാസം കണ്ട് സിദ്ധാർത്ഥ് പോലും ഒന്ന് ഞെട്ടിപ്പോയി. അന്ന് കോടതി പിരിയുമ്പോൾ മേഘ തൻ്റെ ജീവിതത്തിൻ്റെ പുതിയ അധ്യായത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു. കോടതിയിൽ നിന്ന് ലഭിച്ച തുകയേക്കാൾ മേഘയ്ക്ക് കരുത്തായത് തൻ്റെ നഷ്ടപ്പെട്ട സ്വപ്നങ്ങളായിരുന്നു. അവൾ തൻ്റെ പഴയ ഫാഷൻ ഡിസൈനിങ് പുസ്തകങ്ങൾ കയ്യിലെടുത്തു. വിവാഹത്തിന് മുൻപ് അവൾ കണ്ട സ്വപ്നങ്ങളിലെ നിറങ്ങൾ വീണ്ടും സജീവമായി. കേരളത്തിലെ കൈത്തറി വസ്ത്രങ്ങൾക്ക് ആഗോളതലത്തിൽ ഒരു സ്വീകാര്യത നൽകണമെന്നതായിരുന്നു അവളുടെ ലക്ഷ്യം. കൊച്ചിയിലെ ഒരു ചെറിയ മുറിയിൽ 2 തുന്നൽ യന്ത്രങ്ങളുമായി അവൾ മേഘ മൽഹാർ എന്ന പേരിൽ തൻ്റെ ബ്രാൻഡ് തുടങ്ങി. ആദ്യമൊക്കെ ആളുകൾ അവളെ പരിഹസിച്ചു. കുടുംബം നോക്കാൻ കഴിയാത്തവൾ എങ്ങനെ ബിസിനസ് നോക്കും എന്ന ചോദ്യങ്ങൾ ഉയർന്നു വന്നു. പക്ഷെ മേഘ അവയൊന്നും കേട്ടില്ല. അവളുടെ ഡിസൈനുകൾ പമ്പാനദിയെ ഒഴുക്കും. നടുമുറ്റത്തെ നിലാവും കേരളത്തിൻ്റെ തനതായ കസവും ഇണങ്ങിച്ചേർന്നു. വർഷങ്ങൾ അതിവേഗം കടന്നുപോയി. പതുക്കെ പതുക്കെ മേഘയുടെ ഡിസൈനുകൾ പ്രമുഖ സിനിമാ താരങ്ങളും വിദേശികളും തേടിയെത്താൻ തുടങ്ങി. മേഘ മൽഹാർ ഇന്ന് വെറുമൊരു വസ്ത്രശാലയല്ല, മറിച്ച് 100 കണക്കിന് സ്ത്രീകൾക്ക് തൊഴിൽ നൽകുന്ന ഒരു വലിയ സംരംഭമാണ്. ലണ്ടനിലെ ഫാഷൻ വീക്കിൽ തൻ്റെ പുതിയ കളക്ഷൻ അവതരിപ്പിക്കാൻ റാമ്പിലൂടെ നടന്നു വരുമ്പോൾ മേഘയുടെ മനസ്സ് ആലപ്പുഴയിലെ ആ പഴയ തറവാട്ടിലേക്കൊന്ന് പോയി. അവിടെ നിശബ്ദമായി കരഞ്ഞു തീർത്ത രാത്രികൾ. ഇന്ന് ആ രാത്രികളില്ല. പകരം ക്യാമറകളുടെ ഫ്ലാഷുകളും കയ്യടിയുമാണ്. അവൾ തൻ്റെ ജീവിതത്തെ സ്വയം രൂപപ്പെടുത്തിയിരിക്കുന്നു. സിദ്ധാർത്ഥ് ഇന്ന് തൻ്റെ തെറ്റായ തീരുമാനങ്ങൾ കൊണ്ട് തകർന്നുപോയ ബിസിനസ്സുമായി ഒറ്റപ്പെട്ട ജീവിതം നയിക്കുകയാണ്. മേഘയെ വഞ്ചിക്കാൻ സഹായിച്ച റിയ പോലും അയാൾ വിട്ടുപോയി. തൻ്റെ വിജയഗാഥയിലൂടെ മേഘ ലോകത്തിന് നൽകിയ സന്ദേശം വ്യക്തമായിരുന്നു. ഒരു ബന്ധത്തിൻ്റെ തകർച്ച എന്നാൽ ആ സ്ത്രീയുടെ അവസാനമല്ല, മറിച്ച് അവളുടെ യഥാർത്ഥ സ്വത്വം തേടിയുള്ള മനോഹരമായ ഒരു തുടക്കമാണ്. പമ്പാനദി വീണ്ടും ഒഴുകിക്കൊണ്ടിരുന്നു, പുതിയ തീരങ്ങൾ തേടി, പുതിയ കരുത്തോടെ. നിങ്ങളുടെ ആത്മാഭിമാനമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ കരുത്ത്. അത് ആർക്കും വിട്ടുകൊടുക്കാതിരിക്കുക. വീഴ്ചകളിൽ നിന്ന് കരുത്തോടെ എഴുന്നേൽക്കുന്നവളാണ് യഥാർത്ഥ വിജയ് എന്ന് പറയുന്നത്.